മമ്മൂക്കയായിട്ട് സർ ഒരുപാട് സിനിമകൾ ചെയ്തു. മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി പേഴ്സണലി പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? മമ്മൂക്ക എന്നെപ്പോലെ തന്നെ പല കാര്യങ്ങളിലും ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് തന്നെ തോന്നാറുണ്ട്, ഞാൻ മമ്മൂക്കയോട് സംസാരിക്കുമ്പോൾ എപ്പോഴാണ് അടി വീഴാന്നറിയില്ല തിരിച്ച്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം എന്നോട് പിണങ്ങിയതായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല. ചിലപ്പോൾ ഒരു മുഖമൊക്കെ വീർപ്പിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതായിട്ടുണ്ടാവും. അത് തിരിച്ച് ഞാനും ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് പറയണത് ഇഷ്ടപ്പെടാണ്ടായാൽ എൻ്റെ മുഖം കണ്ടാൽ പുള്ളിക്ക് ഉടനെ മനസ്സിലാവും. അതേപോലെ പുള്ളിയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഉടനെ മനസ്സിലാവും ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. അത് മാറ്റി നിർത്തിയാൽ എനിക്ക് ഏറ്റവും സുഖമായിട്ട് വർക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു ആക്ടർ തന്നെയാണ് എന്നും എക്കാലത്തും മമ്മൂക്ക. കാരണം പുള്ളിയുടെ ആ സ്പിരിറ്റ് തന്നെയാണ്. കാരണം ഇത്രയും വർഷമായിട്ടും ഇപ്പം ഞാൻ അദ്ദേഹത്തെ സിനിമയ്ക്ക് മുമ്പ്, ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് പരിചയപ്പെട്ട ആളാണ്. എനിക്ക് എറണാകുളത്ത് വെച്ചിട്ട് എൻ്റെ അമ്മാവൻ വഴിയുള്ളൊരു പരിചയമുണ്ട്. ഞാൻ സിനിമയിൽ ആദ്യകാലത്ത് അദ്ദേഹം താരമായി ഉദിച്ചിങ്ങനെ വരുന്ന ഒരു പുള്ളിയുടെ ആ ഒരു പീരീഡ് ഉണ്ടല്ലോ കയറി വരുന്നത്, ആ കാലത്ത് ഇങ്ങനെ കൂടെ സഹസംവിധായകനായിട്ട് പല സിനിമയിലും സഹകരിച്ചിട്ടുള്ള ആളാണ്. പിന്നീട് ഞാൻ സംവിധായകനായപ്പോൾ വളരെ വൈകിട്ടാണ് അദ്ദേഹമായിട്ടൊരു സിനിമ ചെയ്തതെങ്കിൽ പോലും പിന്നീട് ചെയ്ത സിനിമകളിലൊക്കെ തന്നെ ആ ഊഷ്മളമായ ബന്ധം എനിക്ക് തോന്നുന്നു 10-38 വർഷമായി തോന്നുന്നു ഇപ്പോൾ എനിക്ക് അദ്ദേഹമായിട്ടുള്ളൊരു പരിചയം ഉള്ളത്. 37 വർഷം കണ്ടായി ഞാൻ ഓർക്കുന്നത്. 78 മുതൽ അദ്ദേഹത്തെ പരിചയമുണ്ടിരിക്കും. ലാലേട്ടൻ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ലാലേട്ടൻ വിചാരിക്കും ജയന്തി ഒന്നും ചോദിച്ചില്ലല്ലോ എന്നെ കുറിച്ചൊന്നും. തീർച്ചയായിട്ടും ഉണ്ണികളെ ഒരു കഥ പറയും. ലാലേട്ടനുമായിട്ടുള്ള ഒരു ലാലും ഇതേപോലെ തന്നെ. ലാലും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ ഡബ്ബിങ് സമയത്താണ് ഞാൻ അദ്ദേഹത്തെ ആദ്യം മദ്രാസ് വെച്ച് പരിചയപ്പെടുന്നത്. അതിനുശേഷം കുറേ പടത്തിൽ സഹസംവിധായകനായിട്ട് ജോലി ചെയ്തിരുന്നു. പിന്നീട് എൻ്റെ ആദ്യത്തെ സിനിമ അദ്ദേഹമാണ് അഭിനയിക്കുന്നത്. അത് ഈ പറഞ്ഞ മാതിരി സംഭവിച്ചത് ഇതിൻ്റെ അകത്ത് ലാലിനും വളരെ പങ്കുണ്ട്. ആ നിർമ്മാതാവ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തപ്പോൾ ലാൽ വളരെ പോസിറ്റീവായിട്ട് എൻ്റെ കാര്യം പറയുകയും പിന്നെ ലാൽ എൻ്റെ പ്രൊഡ്യൂസറായിട്ട് കൂടി വന്നു, ആക്ടറായിട്ട് വന്നു. ഞങ്ങൾ കണ്ടിന്യൂസ് പടങ്ങൾ ചെയ്തു. ഇപ്പോൾ കുറച്ചു കാലം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും എവിടെ വെച്ച് കണ്ടാലും ആ പഴയ സൗഹൃദവും സ്നേഹവും നിലനിർത്തുന്ന ഒരു വ്യക്തിബന്ധവും അതിലുപരിയായിട്ട് സഹപ്രവർത്തകരെന്നുള്ള രീതിയിൽ എത്രയോ വർഷത്തെ ബന്ധം. അതൊരു ഇത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളൊക്കെ സിനിമയിൽ വന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കുറേ പേരുണ്ടല്ലോ, സംവിധായകർ, നമ്മുടെ സഹപ്രവർത്തകരുണ്ട്, ആക്ടേഴ്സ് ഉണ്ട്. ഒരു ധാര ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വന്ന് ഇപ്പോഴും കുറേ പേര് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നുണ്ട്. അതാണല്ലോ സന്തോഷം. ഇപ്പം മമ്മൂട്ടി മോഹൻലാലൊക്കെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കണ്ടപ്പോൾ എങ്ങനെയാണ് പുള്ളിയൊക്കെ അവരൊക്കെ വന്ന് വലിയ ആൾക്കാരായത്, അതേ അവസ്ഥയിൽ അതിനേക്കാളും മേലെ അവർ എത്തി നിൽക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ഒരേപോലെ സഞ്ചരിക്കാൻ ഡയറക്ടറായിട്ട് വന്നവരൊക്കെ സൂപ്പർ താരങ്ങളായി മാറിയിട്ടുണ്ട്. അങ്ങനെ കുറേ പേര്, ഇപ്പം ദിലീപ് കുറേ പേര്